പലപ്പോഴും വമ്പൻ ബജറ്റിൽ വരുന്ന സിനിമകളെക്കാൾ കുഞ്ഞു സിനിമകൾ പ്രേക്ഷകരെ ഞെട്ടിക്കാറുണ്ട്. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ ഇത്തരം ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നിന്ന് പലപ്പോഴും വാരുന്നത് കോടികളാണ്. ഇപ്പോഴിതാ അത്തരം ചില സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ശശികുമാറിനെ നായകനാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. അഭിഷൻ ജീവൻ സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. തമിഴ്നാട്ടിൽ നിന്നും 90 കോടി രൂപയാണ് സിനിമ വാരിക്കൂട്ടിയത്. ഇത് ഒരു ശശികുമാർ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ്. വെറും 8 കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങിയത്. സിനിമയുടെ നോൺ തിയേറ്ററിക്കൽ കളക്ഷൻ കൂടി കൂട്ടുമ്പോൾ 100 കോടിക്ക് മുകളിലാണ് ടൂറിസ്റ്റ് ഫാമിലിയുടെ നേട്ടം. ഗുഡ് നൈറ്റ്, ലവർ തുടങ്ങി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ $1 മില്യൺ സ്റ്റുഡിയോസും ഒപ്പം MRP എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ടൂറിസ്റ്റ് ഫാമിലി നിർമ്മിച്ചത്. കന്നഡ ചിത്രമായ സൂഫ്രം സോയും ഈ വർഷം ചെറിയ ബഡ്ജറ്റിൽ വന്ന് വലിയ വിജയം കൊയ്ത സിനിമയാണ്. കേരളത്തിലും തരംഗം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നു. 5.5 കോടി ബഡ്ജറ്റിലൊരുങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വാരിക്കൂട്ടിയത് 125 കോടിയാണ്. രാജ്ബി ഷെട്ടിക്കൊപ്പം ശശിധർ ഷെട്ടി ബറോഡ, രവി റായ് കൈലാസ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മഹാവതാർ നരസിംഹ എന്ന അനിമേഷൻ ചിത്രം ഏവരെയും ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 15 കോടിയിലൊരുങ്ങിയ സിനിമ ആഗോളതലത്തിൽ സ്വന്തമാക്കിയത് 320 കോടിയാണ്. ജൂലൈ 25-ന് റിലീസ് ചെയ്ത ചിത്രം സംവിധാനം ചെയ്തത് അശ്വിൻ കുമാറാണ്. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് എല്ലായിടത്തു നിന്നും ലഭിച്ചത്. ക്ലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശില്പ ധവാൻ, കുശാൽ ദേശായി, ചൈതന്യ ദേശായി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ബ്രഹ്മാണ്ഡ ആനിമേഷൻ ചിത്രം അവതരിപ്പിച്ചത് ഹോംബാലെ ഫിലിംസ് ആണ്. മലയാളത്തിൽ നിന്നും 2 സിനിമകളാണ് ചെറിയ ബജറ്റിലെത്തി വമ്പൻ പ്രകടനം കാഴ്ചവെച്ചത്. ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക 30 കോടി ബഡ്ജറ്റിലെത്തി 250 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറുകയാണ്. മലയാളത്തിൽ നിന്നും ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ മാത്രം ചിത്രമാണ് ലോക. റിലീസ് ചെയ്ത് 19 ദിവസം കൊണ്ടാണ് ലോക ഈ നേട്ടം സ്വന്തമാക്കിയത്. മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറിയ ചിത്രം ഇപ്പോഴും റെക്കോർഡ് കളക്ഷൻ നേടിയാണ് മുന്നേറുന്നത്. 5 ഭാഗങ്ങളുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ലോക. മോഹൻലാൽ തരുൺമൂർത്തി ചിത്രമായി തുടരും മോഹൻലാലിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ 200 കോടി ചിത്രമായിരുന്നു. 28 കോടിയിൽ ഒരുങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 237 കോടിയാണ്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് തുടരും OTTയിൽ സ്ട്രീം ചെയ്യുന്നത്.